അപ്പോൾ ഇന്നത്തെ ഫ്രീ ഉള്ളപ്പോൾ ഇവരെയൊക്കെ നമ്മുടെ പെറ്റ്സിനെയൊക്കെ ഒന്ന് നോക്കാം. കോഴി, പ്രാവ്, മീൻ അങ്ങനെയൊക്കെ ഒന്ന് നോക്കാമെന്നും പറഞ്ഞൊന്ന് ഇറങ്ങി നോക്കുമ്പോൾ നമ്മുടെ ഓസ്കാർ ഫുഡിന് ഇങ്ങനെ കാത്ത് നിൽപ്പുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഇവൻ എൻ്റെ കയ്യിൽ ഞാൻ ഇവിടെ എനിക്ക് വേണ്ടതല്ല, എന്നാലും ഇവിടെ കൊണ്ടുവന്നിട്ടതാണ്, അങ്ങനെ കുടുങ്ങിയതാണ്. അപ്പോൾ ഇവൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുന്നേ ഇവനെന്തെങ്കിലും ഒന്ന് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് വീട്ടിനകത്തൊന്ന് കയറി സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഉമ്മ വല്ലതും വാങ്ങി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ കിച്ചണിൽ നോക്കട്ടെ. അതാ നല്ല കൊഴിയാള വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവന് കൊടുക്കാം. അപ്പോൾ അവൻ്റെ വിശപ്പും മാറും. അപ്പോൾ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കൊണ്ടുവന്ന് ഒന്ന് കൊടുക്കട്ടെ. ഇപ്പോൾ ഇവൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഇവരെ ഒഴിവാക്കാൻ വേണ്ടി കിടന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാമെന്നും പറഞ്ഞ് ഇവനെ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഷോർട്സ് ഇട്ടപ്പോഴത്തേക്ക് 2-3 പേർക്ക് വേണമെന്ന് പറഞ്ഞു. അതിൽ ഒരാൾ എനിക്ക് തന്നെ തരണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇവിടെ ഇട്ടേക്കാൻ പറഞ്ഞതാണ്. ഞാൻ 2-3 ദിവസം ഇട്ടു. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഞാൻ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ 2 ദിവസം വിളിച്ചപ്പോൾ വരുന്നെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ 1 മണിക്കൂറോളം പിടിച്ച് നിർത്തിയിട്ട് പുള്ളിക്കാരൻ വന്നില്ല. ആരാണെന്നൊന്നും പേരൊന്നും പറയുന്നില്ല, പക്ഷേ വന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായിരുന്നാലും ഇവനെ ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ അവിടുത്തെ ഉണ്ടായിരുന്ന ഗപ്പി ടാങ്കിൽ ഒരു പഴയ ഒരു ഗപ്പി ടാങ്ക് ഉണ്ടായിരുന്നു, അതിനകത്ത് പിടിച്ചിട്ടേക്കാണ്. ഇപ്പോൾ ഞാനുമായിട്ട് നല്ല കമ്പനിയാണ്. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ചാവുന്നവരും അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ പിന്നെ കൊടുക്കല്ല എന്നുള്ള തീരുമാനത്തിൽ മാറ്റിയിട്ടേക്കാണ്. ചിലപ്പോൾ ചിലർ പറയുമ്പോൾ ചിലർ ആവശ്യക്കാർ വിളിക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ളതിനെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്തെങ്കിലും ഫ്രീ ആയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ആരും വിളിച്ച് അങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞാൽ ഇനി ഹോൾഡ് ചെയ്യില്ല. ആദ്യം ആരാണോ വരുന്നത് അവർക്ക് കൊടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഇവൻ എൻ്റെ കിടക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും നല്ല ആൾക്കാർ കൊണ്ടുപോയി അവനെ ബ്രീഡ് ചെയ്യുക എന്തെങ്കിലും ചെയ്തനെയായിരുന്നു.